നമസ്കാരം. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് ഉണ്ണി മുകുന്ദൻ. നന്ദനത്തിന്റെ തമിഴ് റീമേക്ക് ചിത്രമായ സിഡനിലൂടെയാണ് സിനിമയിലേക്കുള്ള ഉണ്ണി മുകുന്ദന്റെ അരങ്ങേറ്റമെങ്കിലും ഇപ്പോൾ മലയാളത്തിലാണ് ഉണ്ണി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മല്ലു സിംഗ് എന്ന വൈശാഖ് ചിത്രത്തിലൂടെയാണ് ഉണ്ണി മുകുന്ദന് ഒരു ബ്രേക്ക് കിട്ടിയത്. തന്റെ രാഷ്ട്രീയ നിലപാടുകൾ പലപ്പോഴും തുറന്നു പറയുന്നതിലൂടെ ഉണ്ണി മുകുന്ദനെതിരെ സൈബർ ആക്രമണങ്ങളും നടക്കാറുണ്ട്. ഇടയ്ക്കിടെ വിവാദങ്ങളിലും ഗോസിപ്പ് കോളുകളിലും ചെന്ന് വീഴാറുമുണ്ട് ഉണ്ണി. ഉണ്ണി നിരന്തരം ചോദിക്കുന്ന ചോദ്യമാണ് എന്നാണ് കല്യാണം, എപ്പോഴാണ്, പ്രണയമുണ്ടോ എന്നല്ല. പലപ്പോഴും പല നടിമാരുടെയും പേരുകൾ ഉണ്ണിയുടെ കാമുകി എന്ന രീതിയിൽ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇതിലൊന്നും വാസ്തവമില്ലെന്ന് ഉണ്ണി തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഒരു സമയത്ത് നടി അനുശ്രീ ഉണ്ണി മുകുന്ദന്റെ കാമുകി എന്ന ഗോസിപ്പ് വ്യാപകമായി പ്രചരിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴിതാ വീണ്ടും ഉണ്ണി മുകുന്ദന്റെ വിവാഹവും പ്രണയവും ചർച്ചയാവുകയാണ്. സെലിബ്രിറ്റി ക്രിക്കറ്റേഴ്സ് മത്സരവേദിയിൽ നിന്നുള്ള മഹിമയുടെയും ഉണ്ണി മുകുന്ദന്റെയും പുതിയൊരു വീഡിയോയാണ് വൈറലാവുന്നത്. ഇരുവരുടെയും ബോണ്ടിംഗ് കാണുമ്പോൾ സൗഹൃദത്തിനും അപ്പുറം ഒരു സ്നേഹം ഇരുവരും തമ്മിലുള്ളതായി തോന്നുമെന്നാണ് ആരാധകർ കുറിക്കുന്നത്. CCF പ്രീമിയർ ലീഗിൽ മത്സരിക്കുന്ന 12 ടീമുകളിൽ ഒന്നിന്റെ സെലിബ്രിറ്റി ഓണർ ഉണ്ണി മുകുന്ദനാണ്. സീഹോഴ്സ് സെയിലേഴ്സ് എന്നാണ് ഉണ്ണി മുകുന്ദന്റെ ടീമിന്റെ പേര്. മഹിമ നമ്പ്യാരാണ് ടീമിന്റെ ബ്രാൻഡ് അംബാസിഡർ. ഗായകരും നടനുമായ സിദ്ധാർത്ഥ് അടക്കമുള്ളവരാണ് ഉണ്ണി മുകുന്ദന്റെ ടീമിൽ കളിക്കുന്നത്. കളമശ്ശേരി സെന്റ് പോൾസ് കോളേജ് ഗ്രൗണ്ടിലാണ് മത്സരം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്റെ ടീമിന്റെ മത്സരം കാണാൻ മഹിമ എത്തിയിരുന്നു. അവിടെ നിന്നുള്ള വീഡിയോയാണ് ആരാധകർക്കിടയിൽ വൈറലാവുന്നത്. നേരത്തെ ബ്രാൻഡ് അംബാസിഡറായി മഹിമയെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഉണ്ണി മുകുന്ദന്റെ വീഡിയോയും വൈറലായിരുന്നു. ഒരു പെർഫെക്റ്റ് മാച്ച്. മോളിവുഡിന്റെ സ്വന്തം മഹിമ നമ്പ്യാരെ ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറായി അവതരിപ്പിക്കുന്നു. ഗ്ലാമർ സ്പോർട്സ്മാൻഷിപ്പുമായി ഒത്തുചേരുന്നിടത്ത് സീഹോഴ്സ് സെയിലേഴ്സ് എക്കാലത്തെയും പോലെ തിളങ്ങി നിൽക്കുന്നു എന്നാണ് കുറിച്ചത്. പിന്നാലെ ഒടുക്കം ഉണ്ണി തന്നെ പറയാതെ പറഞ്ഞു ഉണ്ണിക്ക് മഹിമ തന്നെയാണ് പെർഫെക്റ്റ് മാച്ച്, നല്ല ജോഡികളാണ് എന്നെല്ലാം കമന്റുകളും വന്നിരുന്നു. ഇപ്പോൾ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നിന്നുള്ള വീഡിയോ വൈറലാകുമ്പോഴും നിരവധി പേരാണ് കമന്റുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇരുവരുടെയും സംസാരവും പെരുമാറ്റവും കാണുമ്പോൾ വിരാട് കോഹ്ലിയെയും അനുഷ്ക ശർമ്മയെയും ഓർമ്മ വരുന്നെന്നും ഒരു ഹസ്ബൻഡ് വൈഫ് വൈബാണ് ഉള്ളതെന്നുമാണ് ചില ആരാധകർ കുറിച്ചത്. യഥാർത്ഥത്തിൽ ഇവർ സുഹൃത്തുക്കൾ മാത്രമാണോ അതോ ഇവർ കമ്മിറ്റഡ് ആണോ? മഹിമ എല്ലാവരോടും ഫ്രണ്ട്ലിയായി പെരുമാറുന്ന സ്വഭാവക്കാരിയാണ്. എന്നാൽ ഉണ്ണി മുകുന്ദൻ ആദ്യമായിട്ടാണ് ഒരു നായികയോട് ഇത്രയും അടുപ്പം പൊതുവേദികളിൽ പോലും കാണിക്കുന്നത്. ഇൻഡസ്ട്രിയിൽ നിന്നും സൗഹൃദങ്ങൾ ഉണ്ടാകും, പക്ഷേ ആരെയെങ്കിലും ചേർത്ത് ഗോസിപ്പ് കേട്ടാൽ ആ വ്യക്തിയെ പിന്നീട് അധികം അടുപ്പിക്കാത്തയാളാണ് ഉണ്ണി. എന്നാൽ മഹിമയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അതാണ് കൂടുതൽ സംശയം ജനിപ്പിക്കുന്നതെന്നും ഒരാൾ കുറിച്ചിരുന്നു. മഹിമ ഗാലറിയിൽ ഉണ്ടെങ്കിൽ ഉണ്ണി ദേഷ്യപ്പെടുകയോ ബാറ്റ് വലിച്ചെറിയുകയോ ചെയ്യില്ല. നിറച്ചിരി എപ്പോഴും മുഖത്ത് കാണാം. ഇവരുടെ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും ഹസ്ബൻഡ് വൈഫ് വൈബായിരുന്നു. ഇവരെ അറിയാത്ത ആരെങ്കിലുമാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഭാര്യയും ഭർത്താവുമാണെന്ന് തെറ്റിദ്ധരിച്ചു പോകും. ഇരുവരും ഒരുമിച്ച് റൊമാന്റിക് സിനിമയ്ക്കായി കാത്തിരിക്കുകയാണെന്നും ചിലർ കുറിച്ചിട്ടുണ്ട്. അതേസമയം ഇന്ന് മലയാളത്തിലെ ഏറ്റവും അധികം ആരാധകരുള്ള താരജോഡികളാണ് ഉണ്ണി മുകുന്ദനും മഹിമ നമ്പ്യാരും. ഇരുവരും ജയ് ഗണേഷ് എന്ന സിനിമയിൽ ഒന്നിച്ച് അഭിനയിച്ചിരുന്നു. ഇവരുടെ ഓരോ വീഡിയോകളും ചിത്രങ്ങളും വളരെ പെട്ടെന്ന് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടാറുണ്ട്. ഇതിനിടയിലാണ് ഉണ്ണി മുകുന്ദന്റെ പോസ്റ്റും ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. ആഡിക്സ് എന്ന സിനിമയിലൂടെ മലയാളിയുടെ പ്രിയപ്പെട്ട നടിയായി മാറിയ താരമാണ് മഹിമ നമ്പ്യാർ. കാര്യസ്ഥൻ എന്ന സിനിമയിലൂടെയായിരുന്നു മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചതെങ്കിലും തമിഴിലും തെലുങ്കിലുമാണ് കൂടുതലും അവസരങ്ങൾ ലഭിച്ചത്. മലയാളത്തിലേക്ക് മാസ്റ്റർ പീസ്, മധുരരാജ തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചെങ്കിലും കരിയറിൽ മലയാളത്തിൽ ബ്രേക്ക് നൽകിയത് ആഡിക്സ് ആണ്. മഹിമ നമ്പ്യാർ മലയാളിയാണെന്ന് തന്നെ പലരും തിരിച്ചറിഞ്ഞത് ആർഡിക്സിൽ അഭിനയിക്കുമ്പോഴാണ്. ആർഡിക്സിൽ ശേഷം മലയാളത്തിൽ അഭിനയിച്ച സിനിമയാണ് ഉണ്ണി മുകുന്ദൻ നായകനായി എത്തിയ ജയ് ഗണേഷ്. ജയ് ഗണേഷിലെ കഥാപാത്രവും ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതായിരുന്നു. അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ മഹിമ പറഞ്ഞ വാക്കുകളും ഏറെ വൈറലായിരുന്നു. ഉണ്ണി മുകുന്ദനുമായുള്ള വിവാഹം എന്നാണ് എന്ന ചോദ്യത്തോട് ആയിരുന്നു നടിയുടെ പ്രതികരണം. അത് അങ്ങനെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നതാണ്. ഞാൻ എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് പലരും പറഞ്ഞുണ്ടാക്കുന്നതാണ്. ഞാൻ അത് നിഷേധിക്കേണ്ടയോ സ്വീകരിക്കേണ്ടയോ കാര്യമില്ല. എന്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ് ഉണ്ണി മുകുന്ദൻ എന്നെ കുറെ വാഴ്ത്തി പറഞ്ഞത് എന്നാണ് മഹിമ പറയുന്നത്. അതേസമയം മഹിമയെ 7 വർഷത്തോളം താൻ വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്തിരുന്നതായി ഉണ്ണി മുകുന്ദൻ ജയ് ഗണേഷിന്റെ പ്രൊമോഷൻ പരിപാടിക്കിടെ തുറന്നു പറഞ്ഞിരുന്നു. മമ്മൂട്ടി നായകനായ മാസ്റ്റർ പീസിലാണ് ആദ്യമായി ഇരുവരും ഒന്നിച്ചെത്തുന്നത്. സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം ഒരു ഫോൺ ചാറ്റിന് തൊട്ടു പിന്നാലെ ഉണ്ണി മുകുന്ദൻ തന്നെ ബ്ലോക്ക് ചെയ്തുവെന്നും പിന്നീട് 7 കൊല്ലത്തിന് ശേഷമാണ് അൺബ്ലോക്ക് ചെയ്തതെന്നും മഹിമ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. തിരക്കഥാകൃത്ത് ഉദയകൃഷ്ണയുമായി അടുത്ത സൗഹൃദമുള്ള മഹിമ ഉദയൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. വളർത്തുനായുടെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് സംശയം ചോദിക്കാൻ ഉദയകൃഷ്ണയുടെ പക്കൽ നിന്ന് മഹിമ ഉണ്ണി മുകുന്ദന്റെ നമ്പർ വാങ്ങി സന്ദേശം അയക്കുകയും ചെയ്തു. വോയിസ് മെസ്സേജിൽ 1-2 തവണ ഉദയകൃഷ്ണയെ ഉദയൻ എന്ന് മഹിമ വിശേഷിപ്പിച്ചപ്പോഴാണ് പ്രകോപിതനായ ഉണ്ണി മുകുന്ദൻ ബ്ലോക്ക് ചെയ്യുന്നത്. ഉദയകൃഷ്ണയെ ഉദയൻ എന്ന് വിളിച്ച മഹിമ അഹങ്കാരിയാണ് എന്ന് കരുതിയാണ് ബ്ലോക്ക് ചെയ്തത്. ആ ബ്ലോക്ക് അൺബ്ലോക്ക് ആകുന്നത് ജയ് ഗണേഷിന് ഒന്നിച്ച് അഭിനയിക്കാൻ എത്തിയതോടെയാണെന്ന് മഹിമ പറയുന്നു. മലയാളത്തിൽ തനിക്ക് അധികം അവസരങ്ങൾ ലഭിച്ചിട്ടില്ല. അടുത്താണ് ഹീറോയിൻ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ തമിഴിലാണെങ്കിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. തമിഴ് അമ്മയായിട്ടും സെക്കൻഡ് ഹീറോയിൻ ആയിട്ടും വില്ലത്തിയായിട്ടും ഒക്കെ അഭിനയിച്ചുകൊണ്ടിട്ടുണ്ടെന്നും മഹിമ പറയുന്നു. കണ്ടാൽ പാവം തോന്നിക്കുന്ന
ക്രൂരയായ കൊലപാതകിയുടെ വേഷം ചെയ്തിട്ടുണ്ട്. സാധാരണ ഹീറോയിൻ കഥാപാത്രങ്ങളും ചെയ്തിട്ടുണ്ട്. അതായത് തമിഴിൽ അങ്ങനെ ഒരു വ്യത്യസ്തതയ്ക്ക് ശ്രമിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ മലയാളത്തിൽ അങ്ങനെ ഒരു അവസരം ലഭിച്ചിട്ടില്ല. മേക്കപ്പ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഉള്ളത് തന്നെ അതിനാണല്ലോ. നമ്മളെ ഏത് രീതിയിൽ കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നോ അതിനു വേണ്ടിയാണല്ലോ ഈ വിഭാഗങ്ങൾ ഒക്കെ പ്രവർത്തിക്കുന്നത്. ഒരു ക്യാരക്ടർ ഡസ്കി സ്കിന്നിലാണെങ്കിൽ അത് അങ്ങനെ തന്നെ കാണിക്കണം. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ആർഡിക്സിന്റെ ആ ക്യാരക്ടറിനെ ഇരുനിറത്തിൽ കാണിച്ചില്ലായിരുന്നെങ്കിൽ ഇത്രയും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എന്ന് മഹിമ പറഞ്ഞിരുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്റെ പ്രണയത്തെക്കുറിച്ച് ഉണ്ണി പറഞ്ഞ വാക്കുകളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. എത്ര പ്രണയം ഉണ്ടായിരുന്നെന്ന് എണ്ണാൻ പറ്റില്ല. ഓരോ പ്രായത്തിലും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നല്ല ഓർമ്മകൾ ഉണ്ടായ സംഭവങ്ങളുണ്ട്. എനിക്ക് ഇഷ്ടം തോന്നിയവർ ഓരോരുത്തരായി കല്യാണം കഴിച്ചു പോയിക്കൊണ്ടേയിരിക്കുന്നു. വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ആഗ്രഹമുണ്ട്. അറേഞ്ച്ഡോ അല്ലാതെയോ വിവാഹം നടന്നാൽ മതിയെന്നേ ഉള്ളൂ. എന്നാൽ ഞാൻ അത്രയും സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ടില്ല. അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നോക്കിക്കോ, ഏതെങ്കിലും റെഡി ആവുകയാണെങ്കിൽ നോക്കാമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അയ്യോ സമയം പോയി, ഇനിയും കല്യാണം കഴിച്ചില്ലെങ്കിൽ കുഴപ്പമാവും എന്നൊന്നും ചിന്തിക്കുകയും പേടിക്കുകയും ചെയ്തിട്ടില്ല. നടക്കേണ്ട സമയത്ത് നടക്കുമെന്നേ വിചാരിക്കുന്നുള്ളൂ. ഒരു അഭിനേത്രിയെ വിവാഹം ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്, ആഗ്രഹമുണ്ട്. പക്ഷെ അത് നടക്കുമോ എന്നറിയില്ല. തന്റെ കല്യാണത്തിനായി അമ്മ കാത്തിരിക്കുകയാണ്. നാളെ എന്റെ കല്യാണമാണെന്ന് പറഞ്ഞാൽ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ അമ്മ എല്ലാം റെഡിയാക്കും. അത്രയും ആഗ്രഹത്തോടെ അമ്മ എന്റെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ലവ് മാരേജ് നല്ലതാണ്. കല്യാണം കഴിഞ്ഞിട്ടും ലവ് ആവാമല്ലോ. എന്തെങ്കിലുമൊക്കെ നടന്നാൽ മതിയായിരുന്നു എന്നുമാണ് ഉണ്ണിമുകുന്ദൻ പറഞ്ഞിരുന്നത്. അതേസമയം ഗെറ്റ് സെറ്റ് ബേബി എന്ന ചിത്രമാണ് ഉണ്ണിമുകുന്ദന്റേതായി തിയേറ്ററുകളിലെത്തിയ ചിത്രം. IVF സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ അർജുൻ ബാലകൃഷ്ണ എന്ന കഥാപാത്രത്തെ ചിത്രത്തിൽ ഉണ്ണിമുകുന്ദൻ അവതരിപ്പിച്ചിരിക്കുന്നത്. മലയാളത്തിലെ ആദ്യ സ്റ്റോണൽ സിനിമയായ കിളിപോയി, കോഹിനൂർ എന്നീ സിനിമകൾക്ക് ശേഷം വിനയ് ഗോവിന്ദ് ഒരുക്കിയ ചിത്രമാണ് ഗെറ്റ് സെറ്റ് ബേബി. ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ ഏറെ നാളുകൾക്ക് ശേഷം ഗൈനക്കോളജിസ്റ്റ് പഠിക്കാനെത്തുന്ന ഏക ആൺ വിദ്യാർത്ഥിനിയിൽ നിന്ന് തുടങ്ങി അയാൾ ഒരു ഗൈനക്കോളജിസ്റ്റായി മാറുന്നതും IVF സ്പെഷ്യലിസ്റ്റായുള്ള അയാളുടെ വളർച്ചയും അതിനിടയിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളും മറ്റുമൊക്കെയായിരുന്നു ചിത്രം പറഞ്ഞത്. ഉണ്ണിമുകുന്ദനും നിഖില വിമലും ആദ്യമായി ഒന്നിച്ചെത്തിയ ചിത്രം എന്ന പ്രത്യേകതയും ആ സിനിമയ്ക്കുണ്ടായിരുന്നു.